നിലമ്പൂരിൽ UDF സ്ഥാനാർത്ഥി ആര്യടൻ ഷൗക്കത്ത് നടന്ന് വോട്ട് തേടുമ്പോൾ ഓടി നടന്ന് വോട്ട് ചോദിക്കുന്ന ഒരാളുണ്ട്. പുതുപ്പള്ളിയിലെ MLA ചാണ്ടി ഉമ്മനാണ്. ഈ ഓട്ടം നിർത്താൻ നമ്മുടെ ശീലമായല്ലോ, അതിന് മാറ്റം ശീലമായി കഴിഞ്ഞു. നിങ്ങൾ ഓടി വീടരുത്, അത്രേ ഉള്ളൂ. ഞാൻ പുതുപ്പള്ളിയിൽ കുറെ ഓടിയതാ, അതിന്റെ ചാണ്ടി നിലമ്പൂരിൽ ഓടുകയാണ്. പരമാവധി ഓടിയെത്താൻ പ്രതീക്ഷ എങ്ങനെയുണ്ട്? മൊത്തത്തിൽ 100% വിജയം ഇവിടെ ഉണ്ട്. UDF ഷൗക്കത്ത് 20,000-അപ്പുറം ജയിക്കാൻ പോവാ. കൈപ്പത്തി ആര്യാടൻ ഷൗക്കത്ത് പാലക്കാട് ചുമതല കിട്ടിയില്ല ഇത്ര പരിഭവമൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം പ്രശ്നമൊക്കെ മാറിയോ? അങ്ങനെ ഒന്നും. ഞാൻ ഇതെൻ്റെ 25-ാം വർഷമാണ്. ഞാൻ പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് 25 വർഷമായി. കംപ്ലൈൻ്റ് ആയിട്ട് പറഞ്ഞതല്ല, എൻ്റെ അടുത്ത് ഒരു ചോദ്യം വന്നു, ഇത്ര ദിവസം ചെലവഴിച്ചു. ഞാൻ നമസ്കാരം, കൈപ്പത്തി ആര്യാടൻ ഷൗക്കത്ത് 3 ദിവസം മാത്രമേ ചെലവഴിച്ചുള്ളൂ എന്ന് പറഞ്ഞു. പക്ഷെ ഞാൻ 3 ദിവസം ചെലവഴിച്ചു. ഇതില് 3 ദിവസം ചെലവഴിക്കാനുള്ള കാരണം എനിക്ക് അവിടെ ചാർജ് ഇല്ലായിരുന്നു എന്നുള്ളതാണ് ഞാൻ ഉദ്ദേശിച്ചത്. പക്ഷെ അതിനെ വേറെ തലത്തിൽ കൊണ്ടുവന്നു. ഇതെൻ്റെ 25-ാം വർഷമാണ്. കൈപ്പത്തി കഴിഞ്ഞ വർഷം പരാതിയൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. ഞങ്ങൾ പറഞ്ഞത് ഇങ്ങനൊരു സാഹചര്യത്തെക്കുറിച്ച്, എന്തുകൊണ്ട് ഇത്ര ദിവസം മാത്രം ചെലവഴിച്ചുള്ളൂ, അതിന് ഉത്തരം പറഞ്ഞുള്ളൂ. അതിനെ വേറെ തരത്തിൽ കൊണ്ടുപോയതാ, നിങ്ങളാ കൊണ്ടുപോയത്. എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കും? കോൺഗ്രസ് ആണ് ഫാക്ടർ. കോൺഗ്രസ് മാത്രമേ ഫാക്ടർ ഉള്ളൂ, വേറെ ഫാക്ടർ ഇല്ല. നിലമ്പൂരിലെ പല പോസ്റ്ററുകളിലും ഉമ്മൻചാണ്ടി അതുപോലെ ആര്യടൻ മുഹമ്മദിൻ്റെ ഒക്കെ പടം വെച്ചുള്ള പോസ്റ്ററാണ്. അപ്പോൾ ചാണ്ടിയും അതിനൊപ്പം ആര്യടൻ ഷൗക്കത്തും ഒരു പലയിടത്തും ഇതുപോലെ വീടുകളിൽ കയറുന്ന സമയത്തൊക്കെ ഉമ്മൻചാണ്ടിയുടെ ഓർമ്മകളൊക്കെ വരുന്നുണ്ടോ? തീർച്ചയായിട്ടും. ഞാൻ ഒരു വീട്ടിൽ ചെന്നപ്പം ആ ഉമ്മ എൻ്റെ അടുത്ത് പറഞ്ഞത്, ഞാൻ ഇന്നാരുടെ എൻ്റെ പിതാവിൻ്റെ ഫ്രണ്ടിൻ്റെ മകളാണെന്നോ അങ്ങനെ പറഞ്ഞ് എന്നെ സ്വീകരിച്ചത്. എന്നിട്ട് അവർ കരയുകയാണ്. 2 വർഷത്തിനപ്പുറവും അദ്ദേഹത്തിനെക്കുറിച്ചുള്ള ഓർമ്മകൾ ജനങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നതെന്ന് പറയുമ്പോൾ അതിൽപ്പൊരു അംഗീകാരം കിട്ടാനില്ല. അതേസമയം നിങ്ങൾക്കറിയാം, ഈ ഭാരത് ജോഡോ യാത്ര അവസാനിക്കുന്ന സമയത്ത് കേരളത്തിൽ അദ്ദേഹത്തിന് ഒട്ടും വയ്യാതിരിക്കുമ്പോൾ ഈ വഴിക്കടവിൽ വന്ന് യാത്രയാക്കിയിട്ടാണ് അദ്ദേഹം പോയത്. അങ്ങനെ ഈ നിലമ്പൂരുമായിട്ട് ആത്മബന്ധം, അന്ന് രാത്രി ഞങ്ങൾ ഒരുമിച്ച് കിടന്നത് ശ്രീ ആര്യടൻ ഷൗക്കത്തിൻ്റെ ആര്യാടൻ്റെ വീട്ടിലാണ്. അങ്ങനെയുള്ള ഒരു ബന്ധം ഈ നാടുമായിട്ടുണ്ട്. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, അത് കഴിഞ്ഞ് നിലമ്പൂരും തൂക്കും. LDF ജനങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താലല്ലേ ജയിക്കാൻ പറ്റൂ. ഞാൻ ചോദിക്കട്ടെ, ഇവിടെ KC വേണുഗോപാൽ ഒരു സത്യം പറഞ്ഞു. KC വേണുഗോപാൽ പറഞ്ഞ സത്യത്തെ അവർക്ക് നേരിടാൻ പറ്റാത്തതിന് അത് വേറെ തരത്തിൽ വളച്ചൊടിച്ചു ഇല്ലേ? ഇവിടെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം പറഞ്ഞപ്പോൾ അതിനെ അദ്ദേഹത്തെ ആക്രമിക്കുക. ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു വിഷയം, ഈ നാടുമായി ബന്ധപ്പെട്ടൊരു വിഷയം അവർക്ക് പറയാനുണ്ടോ? KC വേണുഗോപാലിനെ ആക്രമിക്കുക എന്നുള്ളത് മാത്രം ഒരു മാർഗം കണ്ടെത്തിയിരിക്കുന്നത്. അങ്ങനെയൊന്നും ഞങ്ങൾ വിട്ടുകൊടുക്കത്തില്ല അദ്ദേഹത്തെ. എന്തായാലും ഷൗക്കത്തിനേക്കാൾ മുന്നേ ചാണ്ടി ഓടുകയാണ് ഓരോ വോട്ടും ഉറപ്പിക്കുന്നതിന് വേണ്ടി. നിലമ്പൂരിൽ നിന്ന് ക്യാമറമാൻ നല്ല മുരുകനൊപ്പം ഷിനോജ്, മാതൃഭൂമി ന്യൂസ്.